ഡോക്ടർ രാജേഷ് ജി. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഗാസ്ട്രോ മെഡിസിൻ വിഭാഗം പ്രൊഫസറും കൺസൾട്ടന്റുമാണ്. ഡോക്ടർ, ഇനി ഒരു പ്രിവെൻഷൻ എന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇതിനകത്ത് രോഗം വരുന്നതിന് മുമ്പ് നമുക്കൊരു പ്രിവെന്റീവ് ടെക്നിക്സ് ഒന്നും നമുക്കിപ്പം അറിവില്ല. കാര്യം പറയുന്ന കാരണം അറിയാത്തതുകൊണ്ട്. പിന്നെ പേരൻസിന് ഈ അസുഖം ഉണ്ട് അല്ലെങ്കിൽ സഹോദരന് ഈ അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി അതിനുള്ള ചികിത്സ അല്ലെങ്കിൽ രോഗനിർണയം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. പക്ഷെ ഒരിക്കൽ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ ക്രോൺസ് ഡിസീസ് ഉള്ളവർക്ക് നമ്മൾ ഒത്തിരി കൂടിയ ഫൈബറുള്ള ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുടലിൽ പല ഭാഗത്തും ചുരുങ്ങിയൊക്കെ ഇരിക്കും. ഫൈബർ കൂടുന്തോറും ഇലവർഗ്ഗ കറികളിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ വന്ന് തടസ്സം വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ചക്ക അങ്ങനെയുള്ള സാധനങ്ങളെ കഴിക്കുകയാണെങ്കിൽ അത് ഒത്തിരി നാരടങ്ങിയതാണ്. അന്നേരം കുടലിൽ ചുരുങ്ങി പോവുകയാണെങ്കിൽ അതിനകത്ത് വന്ന് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് പാൽ ഉപയോഗിക്കുന്നത് അവർക്ക് അത്ര സുഖമായിട്ട് തോന്നാറില്ല. അങ്ങനെ പാല് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ പാല് കുടിക്കണ്ടെന്ന് പറയാറുണ്ട്. ഒരു ആഹാരം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രോഗങ്ങൾക്ക് ഒന്ന് പാല് കഴിച്ചാൽ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യണം. എന്നാൽ തൈര് ഒന്നും പ്രശ്നമില്ല അവർക്ക്. രണ്ട്, ഇങ്ങനെ ഏതെങ്കിലും പ്രത്യേക ആഹാരം അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ അവോയ്ഡ് ചെയ്യാൻ പറയും. അല്ലാതെ നമ്മൾ സാധാരണഗതിയിലുള്ളൊരു ഫുഡ് നിയന്ത്രണം ഇവർക്ക് ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ രോഗികളുടെ അടുത്ത് ക്രമീകരമായ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റും നല്ല പ്രോട്ടീൻ കൂടിയ ആഹാരം കഴിക്കുകയും അത് കൃത്യമായ സമയത്തിന് അളവ് കൂട്ടി കഴിക്കുകയൊക്കെ ചെയ്യാനാണ് നമ്മൾ പറയാറുണ്ട്. എന്നാലേ അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പല രോഗികളും ക്ഷീണിച്ചു പോവുകയും അവരുടെ ശരീരത്തിൽ പലപ്പോഴും ആഗീരണം ചെയ്യപ്പെടേണ്ട പല വസ്തുക്കളും ചെയ്യപ്പെടാതെ പോവുകയും ചെയ്യുന്നതുകൊണ്ട് അവർ നല്ലവണ്ണം ആഹാരം കഴിക്കാനാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. നമ്മൾ ഈ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായ ചികിത്സ ഇതിനാവശ്യമാണ്. ഇവർ പലപ്പോഴും ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണുകയും കൃത്യമായ ഫോളോ അപ്പ് പിന്നെ 3 മാസത്തിൽ 6 മാസത്തിൽ വർഷത്തിലൊരിക്കൽ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ ഒക്കെ ചില പ്രോബ്ലം ഉണ്ട്. അവർക്കൊക്കെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ക്യാൻസർ ആവാൻ സാധ്യത. അന്നേരം അങ്ങനെയുള്ളവർ നമ്മൾ വർഷം കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 7 മുതൽ 10 വർഷം കഴിഞ്ഞാൽ എല്ലാ വർഷവും കോളനോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ട്യൂമർ ഉള്ളതിന് സാധ്യതയുണ്ടോ അതിന് ബയോപ്സി എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിക്കുകയും ചെയ്യാം. ക്രോൺസ് ഡിസീസ് ഉള്ളവരിലും അങ്ങനെ നമ്മൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് വന്ന് ചെക്കപ്പ് ചെയ്യും. 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, രോഗം എങ്ങനെ ഉണ്ടാകുന്നു രോഗം എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കാം. 2, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളിലെ പാർശ്വഫലങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ഫോളോ അപ്പ് വളരെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ആവശ്യമാണ്. തീവ്രമായ ഡയറിയയും വളരെ സിക്കായിട്ട് പേഷ്യൻ്റ് വരാം. അന്നേരം അവർക്ക് കുടലിനകത്ത് വീർമത വരാം. അതിനെ നമ്മൾ ടോക്സിക് മെഗാകോളൻ എന്ന് പറയും. കുടൽ വല്ലാണ്ട് വീർത്ത് ചിലപ്പോൾ ഹോള് വീണ് കുടൽ പൊട്ടിപ്പോവുകയും ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരികയും ചെയ്യാം. പിന്നീട് കുടലിനകത്ത് ഹോള് വീഴുന്ന സിറ്റുവേഷനാണ് അൾസറി കൊളൈറ്റിസിനകത്ത്. പിന്നെ സ്ഥായിയായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ അവർക്ക് റിക്കറൻസ് ഉണ്ടാവാം, റിലാപ്സ് എന്ന് പറയും ഇതിനകത്ത്. പിന്നെ ദൂരമായ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മുഴകളൊക്കെ ഉണ്ടാവാം. മനസ്സിലായില്ലേ? ഡോക്ടർ, അൾസറേറ്റീവ് കൊളൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? അൾസറേറ്റീവ് കൊളൈറ്റിസിന് പ്രധാനമായിട്ടും മരുന്നുകളാണ് ചികിത്സ. 2 തരം മരുന്നുകളാണ്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഗുളിക രൂപേണ ഉള്ളതും പിന്നെ അല്ലെങ്കിൽ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്നതും. രണ്ടാമതുള്ള ചികിത്സ എന്ന് പറഞ്ഞാൽ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഓപ്പറേഷൻ ചെയ്ത് നീക്കം ചെയ്യാന്നുള്ളതാണ്. അന്നേരം മരുന്നുകൾ ചികിത്സിക്കാത്ത ഒരു മെജോറിറ്റി ആൾക്കാർക്ക് നമുക്ക് പിന്നെ ഗുളികൾ അങ്ങനെയുള്ള ചികിത്സകളൊക്കെ മതിയാവും. വളരെ അധികം പാർശ്വഫലം ഇല്ലാത്ത മരുന്നുകളൊക്കെ ഉണ്ട് അതിനകത്ത്. പിന്നെ പെട്ടെന്ന് അവർക്ക് അസുഖം കുറയുന്നില്ല എങ്കിൽ അവർക്ക് നമ്മൾ ഈ കോർട്ടിസോൾ അടങ്ങിയ മരുന്നുകൾ കൊടുത്ത് ശരീരത്തിൻ്റെ ഡിഫൻസിനെ താത്തുവെക്കും. ഈ മരുന്നുകളുണ്ട് ഫലപ്രദമില്ല എങ്കിൽ നീണ്ട സമയത്തേക്ക് നമ്മൾക്ക് അവർക്ക് വേറെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ട്. ഡിഫൻസിനെ കുറയ്ക്കുന്ന അസോത്തൈപ്രിൻ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കും. വളരെയധികം തീവ്രമായിട്ട് അവർ രോഗമുണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ബയോളജിക്കൽസ് എന്ന് പറഞ്ഞ പുതിയൊരു മരുന്നുണ്ട്. അത് വില കൂടിയതും എന്നാൽ അത് ഇഞ്ചക്ഷനായിട്ടുള്ളതുമാണ്. അത് വളരെ ഫലപ്രദമാണ്. പലപ്പോഴും നമ്മൾക്ക് ചില രോഗികളെ എങ്കിലും നമുക്ക് ഓപ്പറേഷനിൽ നിന്ന് അവരെ വിമുക്തമാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഇഞ്ചക്ഷൻസും മരുന്നുമൊക്കെ. പക്ഷേ എന്നിരുന്നാലും ഇതിന് സ്ഥായിയായിട്ടുള്ള ചികിത്സ ആവശ്യമാണ്. വളരെ ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്നൊരു അസുഖമല്ല, മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും രോഗത്തിൻ്റെ തീവ്രത കുറയുമ്പോൾ ഇവരെല്ലാം മരുന്ന് നിർത്തിക്കളയും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിനിലോട്ട് പോകും. തിരിച്ച് വളരെ തീവ്രമായിട്ട് വരും. പലപ്പോഴും നമുക്ക് പഴയ മരുന്നുകളിൽ ഫലപ്രദമാവാതെയും പുതിയ മരുന്നുകളിലേക്ക് മാറേണ്ടതായിട്ടും വരും. ഡോക്ടർ, എങ്കിലും ഒരു ഏകദേശം എത്ര സമയം അല്ലെങ്കിൽ എത്ര നാളെ എടുക്കേണ്ടി വരും ഈ മെഡിസിൻസ് ഒക്കെ? ഇത് മരുന്നുകൾ ഇന്നത്തെ അറിവ് വെച്ചിട്ട് ലൈഫ് ലോങ് ആണ് ട്രീറ്റ്മെൻറ്റ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അളവും വളരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ചെറിയ ഡോസ് മരുന്നുകളുണ്ട് അനേക വർഷങ്ങൾ അവർ തുടർന്ന് പോകാൻ പറ്റുമായിരിക്കും.
ഓക്കെ. ക്രോൺസ് ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? ക്രോൺസ് ഡിസീസും ഇതേപോലെ തന്നെയാണ്. ക്രോൺസ് ഡിസീസിന് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ശരീരത്തിൻ്റെ ഡിഫൻസിനെ താത്തു വെക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും ഉപയോഗിക്കുന്ന കോർട്ടിസോൺ അടങ്ങിയ മരുന്നുകളും അല്ലെങ്കിൽ അസോത്തൈപ്രിൻ അങ്ങനെ പല മരുന്നുകളുണ്ട് ശരീരത്തിൻ്റെ ഡിഫൻസിനെ കുറച്ച് വെക്കുന്നത്. പിന്നെ ഫിസ്റ്റുല ഉള്ള രോഗികൾക്ക് നമ്മൾ ബയോളജിക്കൽ തെറാപ്പി അങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. കുടലിന് തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ ഹോൾ വീഴുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് മാത്രമാണ് ക്രോൺസ് ഡിസീസ് ഉള്ളത് അങ്ങനെ രോഗികൾക്ക് നമ്മൾ കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്ക് നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ടും കാണാറുണ്ട്. ഓക്കെ ഡോക്ടർ, ഈ ഹോള് വീഴുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കുടലിനകത്ത് ദ്വാരം വീഴും, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണത്. ഈ ക്രോൺസ് ഡിസീസ് നമ്മൾ 3 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഇൻഫ്ലമേറ്ററി, അത് നീർക്കെട്ട് മാത്രമുള്ളത്. 2 സ്ട്രിക്ചറിങ്, അവർക്ക് കുടൽ ചുരുങ്ങി പോകുന്ന രോഗം, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ എൻഡോസ്കോപ്പി കൂടെ വികസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയോ ചെയ്യും. 3ാമത് പെനിട്രേറ്റിംഗ് ഡിസീസ് എന്ന് പറഞ്ഞാൽ കുടലിനകത്ത് ദ്വാരം വീണ് പോകുന്ന അസുഖങ്ങൾ, അതിനകത്ത് ഹോള് വീഴുകയാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഫിസ്റ്റുല ഉണ്ടാവും. ഫിസ്റ്റുല ഉള്ളവർക്കും ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ വേണ്ടി വരും. ഓക്കെ. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.